ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, മരിയൻ തീർത്ഥാടനത്തിന്റെ 27ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ഉം 47-ഉം വാക്യങ്ങളാണ്. വചനം നമ്മളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. യേശുക്രിസ്തുവില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മരിയൻ തീർത്ഥാടനത്തിന്റെ 27ാമത്തെ ദിനത്തില് നാം ആയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുനിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. ഒരിക്കലും ദൈവത്തെ പഴി പറയരുത്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. പലപ്പോഴും മാനുഷികമായ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പലതും നമ്മുടെ ജീവിതത്തിന്റെ സഹനത്തിനും വേദനയ്ക്കും ദുഃഖത്തിനും അല്ലെങ്കിൽ തകർച്ചയ്ക്കും ഒക്കെ കാരണമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. ആ ദൈവത്തെ അനുനിമിഷം ജീവിതത്തില് മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയുകയോ ദൈവത്തെ നിന്ദിക്കുകയോ ചെയ്യരുത്. ചിലപ്പോഴൊക്കെ ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, എല്ലാം ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കി, എനിക്ക് ഒന്നിനെയും ഭയമില്ല, എനിക്ക് എന്തും ചെയ്യാനുള്ള കഴിവും സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഉണ്ടെന്നുള്ള അഹംഭാവത്തിന്റെ വാക്കുകൾ പറയുന്നവരെ ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയും, ഒരു കാരണവശാലും അഹംഭാവത്തിന്റെ വാക്ക് പറയരുത്. ചിലപ്പോഴൊക്കെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് മറ്റൊരാളുടെ സഹായം വേണ്ട. അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട്, എനിക്ക് ജീവിതത്തിൽ നിന്റെ ഒന്നും ഒരു വിധത്തിലുള്ള ഔദാര്യത്തിന്റെയും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ ജീവിതത്തിൽ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ പറയും, എളിമയുടെ ഒരു ഹൃദയത്തോടു കൂടെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് തയ്യാറാവുക. നമുക്കറിയില്ല ആരാണ് നമ്മുടെ ജീവിതത്തിലെ നല്ല അയൽക്കാരനായിട്ട് ഏത് നിമിഷം മാറുന്നത് എന്ന്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുക. ഞാൻ വീണ്ടും പറയും, അമിത സന്തോഷങ്ങളിലേക്ക് ജീവിതത്തിൽ പോകരുത്. അത് വളരെ പ്രത്യേകമായിട്ട് ഞാൻ പറയും, എളിമയില്ലാത്ത സന്തോഷങ്ങളിലേക്ക് ജീവിതത്തിൽ പോകരുത്. നമുക്ക് സന്തോഷിക്കാനുള്ളത് ദൈവത്തിലാണ്. നമ്മുടെ ഹൃദയം ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ടത് ദൈവത്തിലാണ്. അത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ദൈവാനുഭവത്താൽ നിറയപ്പെടുന്ന സന്തോഷങ്ങളിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. പരിശുദ്ധ അമ്മയെ നോക്കുകയും, പരിശുദ്ധ അമ്മ അനുനിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ ഹൃദയം എപ്പോഴും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവിക സന്തോഷത്താൽ ജ്വലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് തന്റെ ജീവിതത്തിൽ അനുനിമിഷം ജീവിക്കാനായിട്ട് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെതായ ഒരു സന്തോഷവും നിലനിൽക്കുന്ന സന്തോഷമല്ല. നിലനിൽക്കുന്ന സന്തോഷം സ്വർഗത്തിന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ. ലോകത്തിൻ്റെതായ ഒരു സംതൃപ്തിയും നിലനിൽക്കുന്ന സംതൃപ്തിയല്ല. നിലനിൽക്കുന്ന സംതൃപ്തി സ്വർഗത്തിൻ്റെതായ സംതൃപ്തി മാത്രമേ ഉള്ളൂ. ലോകത്തിൻ്റെതായ ഒരു ധനവും നിലനിൽക്കുന്ന ധനമല്ല. നിലനിൽക്കുന്ന ധനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമ്മൾ കരുതി വെക്കുന്ന സമ്പാദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. മരിയൻ തീർത്ഥാടനത്തിന്റെ 27ാമത്തെ ദിനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും നമുക്ക് തീക്ഷ്ണമായിട്ട് ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ,
അങ്ങേ തിരുസന്നിധിയോട് ഈ നിമിഷം എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാനും അനുനിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും ദൈവികതയുടെ കൃപയുടെ സംതൃപ്തിയിൽ ഹൃദയം സന്തോഷത്താൽ നിറയപ്പെടുവാനും പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.